സാറേ 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 ജോണി വരും, ഇത് പിടിക്കൂ, കുത്തിയിടൂ. അല്ല എനിക്ക് ചക്ക കുത്തിയിടാനേ അറിയാവൂ. ഇത് കുത്തിയിടാൻ അറിയില്ല. അറിഞ്ഞൂടാ. അപ്പൊ പിറകെ കിടന്ന് ചാറേ എന്ന് വിളിച്ച് ഇങ്ങനെ അറപ്പിക്കരുത്. ഒരു മനുഷ്യന് രണ്ടെണ്ണം അടിച്ചിട്ട് എങ്ങനെയെങ്കിലും 2 ബോളായിട്ടാണ് കാണുന്ന ഒരു ബോൾ. അത് കുത്തിയിടാൻ നോക്കുമ്പോ അതിന്റെ പിറകെ വന്നിട്ട് ചാറേ എന്ന് വിളിക്കേണ്ട കാര്യം എന്തോ? അല്ല ഞാൻ ആലോചിക്കുകയാണ് സാറേ, ഇത്രയും പൈസ വന്നിട്ട് സാറെന്തിനാ സാർ ഈ ബോൾ കുത്തിയിട്ട് എന്തൊരു രസമാണ് ഇതിനകത്തിരിക്കുന്നത്? ഞാൻ നോക്കിയിട്ട് ഒരു രസവും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇത് നിന്നെ രസിപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ ബോൾ എടുത്ത് വായി വെച്ചിട്ട് തിരിച്ചു കുത്താൻ വായില്ല. ഒരേ കാര്യങ്ങൾ ചെയ്യുമ്പോ അത് തടസ്സപ്പെട്ടാ നിന്നാൽ. അല്ല എനിക്കത് കേൾക്കണം. 5 വർഷം കൊണ്ട് ഈ സാറിന് ഞാൻ മദ്യം ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. അന്ന് മുതൽ ഇന്ന് വരെ തെറിയല്ലാതെ ഇയാൾ ഒരു വാക്കെന്നെ വിളിച്ചിട്ടില്ല. അറിയാമോ സാറേ, എന്റെ അമ്മ കളഞ്ഞിട്ട് പോയതിനു ശേഷം എന്റെ അച്ഛൻ എന്നെ വളർത്തി എങ്ങനെയെന്ന് അറിയാമോ? ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത്. എന്റെ വീട് വിറ്റാണ് എന്റെ പഠിത്തം നടത്തിയത്. അറിയാമോ? ആ ഗതികേട് ഉണ്ടെങ്കിൽ ഇവിടുത്തെ വെയിറ്റ് ആവേണ്ട ഗതികേട് വന്ന് എനിക്ക്. സോറി ജോണി, സോറി. ഞാൻ പെട്ടെന്നുള്ള ഒരു ആവേശത്തിൽ പറഞ്ഞു. ജോണി ഏതുവരെ പഠിച്ചു? 4ാം ക്ലാസ്സിൽ 1ാം മാസം. അത് 1ാം മാസം പെറാൻ കിടന്ന അവിടെ. അതല്ല, 4ാം ക്ലാസ്സിൽ 1 മാസേ പഠിച്ചിട്ടുള്ളൂ സാറേ. അതിന് വീട് വിൽക്കേണ്ട കാര്യം എന്താ? വീട്ടിന്റെ പുറകെ കിടന്ന ചിരട്ട മറക്കി വിറ്റാ മതിയല്ലോ. ഈ സ്റ്റേറ്റ്മെന്റ്സിൽ മേടിക്കാനാണോ നീ വീട് വിറ്റെന്ന് പറഞ്ഞത്? അച്ഛനും മോനും കൂടെ കുടി കുടിച്ച് അമ്മയെ ഓടിച്ചിട്ട് എന്ന് സെന്റിമെന്റ്സ് പറയുന്നോടാ. അറിയില്ല, കുടിയന്മാരെല്ലാം കൂടെ ഇവിടെ കിടന്ന് വെള്ളം വെച്ചാ കേട്ടോ. 190. ജോണി കഴിക്കൂ? ഞാൻ കഴിക്കില്ല സാറേ. എന്താ ജോണി കഴിക്കാം? ഞാൻ കഴിക്കൂല. എന്താ കാര്യം? എന്റെ ചേട്ടൻ മദ്യപിച്ച് വിളവുള്ള മാസം. ജോണി മദ്യപിച്ച് ബ്ലോസം ഇല്ല. എന്തോ ജോണേ? ഇല്ലല്ലോ. എന്താ കാര്യം ജോണേ? മരിച്ചു പോയി. എന്തിനിങ്ങനെ തൂരിക്കടിക്കണം? അത് പറഞ്ഞാ പോരെ, മനസ്സിലാവില്ലേ? മരിച്ചുപോയി. മദ്യപിച്ച് മരിച്ച? പകല് മൊത്തം മദ്യപാനം, രാത്രി ഉറക്കവും. ഈ മദ്യപിച്ച് മരിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലായ്മയായിട്ട് ഞാൻ പറയും. ബുദ്ധിയില്ലെന്ന് ഞാൻ പറയും. പകല് മൊത്തം മദ്യപിക്കുന്നത് ഞാനാണ്. ഞാൻ രാത്രി കാലങ്ങളിൽ ഉറക്കം ഉളച്ചിരുന്ന് ഞാൻ ചിരിക്കും. അറിയോ? അത് തിരിച്ചിരിക്കണ. ചിരിച്ചാൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? പറയൂ. ആയുസ് കൂട്ടി കിട്ടും. പകല് ഞാൻ മദ്യപിച്ച് കുടിച്ചു കളയുന്ന എന്റെ ആയുസ് രാത്രി ഞാൻ ചിരിച്ച് തിരിച്ചു പിടിക്കുന്നു. അറിയോ? സാർ ഭയങ്കര ബുദ്ധിമാനാണ് സാറേ. ഒരു 90 കൂടെ കട്ടക്കൊഴി. ഞാൻ കട്ടക്കൊഴിച്ച് തരത്തില്ല സാർ. സാറിന് ശരീരം മോശമാവും. എനിക്ക് ടെൻഷൻ ഉണ്ടോ സാറിന്? എന്താ ടെൻഷൻ? ഈ ക്ലബ്ബ് ഞാൻ പ്രസിഡന്റ് ആയിട്ട് എത്ര ആളായടാ? 10 കൊല്ലമായി. 10 കൊല്ലം. നീ ഇവിടെ വന്നിട്ട് എത്ര കൊല്ലമായി? ഞാനൊരു 5 കൊല്ലം. അതെ. ഒരു വർഷത്തെ 365 ദിവസമുണ്ട്. ഈ 365 ദിവസത്തിൽ ഒരു ദിവസം 24 മണിക്കൂർ. 18 ദിവസം ഞാൻ ഈ ക്ലബിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. ബാക്കി 6 മണിക്കൂർ ഞാൻ എന്റെ കുടുംബത്തെ സ്പെൻഡ് ചെയ്യുന്നത്. അറിയോ? നീ കൂട്ട്. 365 ഗുണം 18 കൂട്ട. 365 ഗുണം 18 കൂട്ട. 365 ഗുണം 18 അല്ലേ സാറേ? കൂട്ട സാറേ. 365 ഗുണം 18. അതിനെക്കാട്ട് സാറ് കട്ടിക്ക് അടിക്കുന്നതാണ് സാറേ. ഞാൻ ചുമ്മാ കണക്കൂട്ടി എനിക്ക് കുഴയാൻ പറ്റും. അപ്പൊ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുന്ന ഞാന് എന്റെ പ്രസിഡന്റ് സ്ഥാനം മാറ്റിയിട്ട് പുതിയ പ്രസിഡന്റ് ആണെന്നറിയോ? രാജൻ സക്രിയ. എന്ത് യോഗ്യത ഉണ്ടടാ? യോഗ്യത? ആ ചപ്പാത്തി കണ്ണന് എന്ത് യോഗ്യത ഉണ്ടടാ? ചപ്പാത്തി കണ്ണനാ സാറേ? 4 ജുവലറി, 4 തിയേറ്റർ, 4 പെട്രോൾ പമ്പ്, കോടീശ്വരൻ. അതെന്താ എല്ലാം ഈ 4? ഞാൻ ഈ വിരലോടെ പൊക്കിയിട്ട് എണ്ണാ നിൽക്കുന്നേ പുള്ളി നോക്കിക്കൊണ്ടിരിക്കോ. അല്ലെങ്കിൽ ഉടനെ അടുത്ത ബിസിനസ് തുടങ്ങും. രാജൻ സക്രിയ സാർ ഇങ്ങോട്ട് വരുന്ന ദിവസമാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ നേരത്ത് പുതിയതായിട്ട് പ്രസിഡന്റ് ആയിട്ട് ചാർജ് എടുക്കാൻ വരുവാണ്. അപ്പൊ നല്ല കൈയടിച്ച് വേണ്ടിയാണ് പുള്ളിക്കാരനെ ഇങ്ങോട്ട് വിളിക്കാനായിട്ട്. പുള്ളി അവിടെ വെയിറ്റ് ചെയ്യുവാണ്. അപ്പൊ സാറ് വരാൻ നേരത്ത് നല്ല കൈയടി കൊടുക്കണം കേട്ടല്ലോ. സാറേ ഇവിടെ എല്ലാം റെഡിയാണ്, ഇങ്ങോട്ട് പോന്നേക്കൂ. ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞാൻ പ്രസിഡന്റ് ആയിട്ട് ഇങ്ങോട്ട് സ്ഥാനം ഏറ്റെടുക്കാൻ വന്നപ്പോ നിങ്ങൾ എനിക്ക് നല്ല പ്രോത്സാഹനമാണ് തന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഇതെന്താ സാറേ? ഇത് എൻട്രി മ്യൂസിക് സമയത്ത് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കൂല. അങ്ങനെയുള്ള എന്ത് ചെയ്യും? കൈ നിന്നിട്ട് കളിച്ച് ഇങ്ങനെ കയറി വരും. എവിടം വരെ പോകും നമുക്ക് നോക്കാം. ഹലോ ഹായ്, നമസ്കാരം.
ഐ ആം ടോണി കുശിങ്കൽ. രാജൻ സക്കറിയ. അതെ, എക്സ്ക്യൂസ് മീ, ഞാൻ ഈ ക്ലബ്ബിൽ ആദ്യമായിട്ട് വരുവാണ്. പുതിയ പ്രസിഡന്റ് സ്ഥാനമാണ്. അപ്പൊ എനിക്ക് ഇവിടെ ഒന്നും അറിയില്ല. എന്നെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തണം ഇവിടെ. പരിചയപ്പെടുത്താം. വരൂ. ഓക്കെ സക്കറിയ സാർ, ആ കാണുന്ന റൂം ഉണ്ടല്ലോ, അവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഫിലിപ്പീനുകളുടെ ഭക്ഷണമായ ട്രിക്കോ ടോണി ടിമ്പിൾ എന്ന് പറയുന്ന സാധനമുള്ളത്. അവിടെയുണ്ട്, ഇവിടെയുണ്ട്. 18 രാജ്യങ്ങളിലാണ് ഞാൻ ഈ ട്രിക്കോ ടോണി ട്രിമ്പിൾ കഴിക്കാനായിട്ട് നടന്നത്. അത് എനിക്ക് കിട്ടിയിട്ടില്ല. അത് വിളമ്പുന്ന ആരാന്നറിയോ? ഫിലിപ്പീനികളായ സുന്ദരിമണികളാണ്. കറക്റ്റ് സ്ഥലത്താണ് ഞാൻ എത്തിയിരിക്കുന്നത്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇല്ല കാണുന്ന മുറിയുണ്ടോ? അത് അറേബ്യൻ ഫുഡായ അൽ ഹുദാഹ എന്ന് പറയുന്ന ഫുഡ് അവിടെയാണ് വിളമ്പുന്നത്. അവിടെയാണ് വിളമ്പുന്നത്. ഓ മൈ ഗോഡ്. അത് വിളമ്പുന്ന ആരാന്നറിയോ? ബെല്ലി ഡാൻസുകാരികളായ റാസയും ബാസയും കറക്റ്റ് സ്ഥലത്താണ് ഞാൻ വന്നിരിക്കുന്നത്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എക്സ്ക്യൂസ് മീ, ആ കാണുന്ന മുറി ഏതാണ്? അയ്യോ, അങ്ങോട്ട് പോണ്ട. അവിടെ വീട്ടിലെ ഊണാണ് വിളമ്പുന്നത്. വിളമ്പുന്നത് രമണി, ശാരദ, തങ്കമ്മ. അയ്യോ, കറി കുറവാണെങ്കിൽ ഇവളെയൊക്കെ വായിരിക്കുന്ന തെറി ഒരു രക്ഷയില്ല. അങ്ങോട്ട് പോകുന്നേ നല്ലത്. ഞാൻ മൈൻഡ് ചെയ്യില്ല. സാർ ആദ്യമായിട്ട് വന്നതല്ലേ, ഒരു ഗ്ലാസ് മദ്യം എന്റെ കയ്യിൽ നിന്ന് തന്നെ കഴിക്കണം സാർ. സോറി സോറി സോറി. ഞാൻ വർഷത്തിൽ ഒരു ദിവസം മാത്രമേ മദ്യപിക്കാറുള്ളൂ. അതെന്താണ്? അത് ക്രിസ്മസ് ദിനം. ക്രിസ്മസിനാ? അല്ലാതെ വേറെ ഒരു ദിവസവും ഞാൻ മദ്യപിക്കത്തില്ല. ആകെ ഒരു ക്രിസ്മസ് ദിനത്തിൽ മാത്രമേ ഞാൻ മദ്യപിക്കൂ. സാറേ, അങ്ങനെയുള്ള മദ്യമൊന്നും അല്ല സാറേ ഇത്. ഇറ്റലിയിൽ നിന്ന് മാർബിൾ ഇട്ട് വാച്ചിയ സാധനമാണ്. മാർബിൾ അല്ല, മാങ്ങ ഇട്ട് വാച്ചിയ സാധനമാണ് സാർ. 12 വർഷം മണ്ണടി കുഴിച്ചിട്ടിട്ടാണ് ഈ സാധനം നമ്മൾ ഉപയോഗിക്കെടുക്കുന്നത്. 12 വർഷം? പിന്നല്ലേ സാറിന് വേണ്ടെങ്കിൽ ഇപ്പൊ സാർ 12 വർഷം മണ്ണടി കുഴിച്ചിട്ട്. ഓ, അതാണ്ട് ഇത് ഈ സാധനം പിന്നല്ല 12 വർഷം അല്ല സാറ് ക്രിസ്മസിനെ കുടിക്കണോന്ന് പറഞ്ഞ്. എന്റെ കയ്യിൽ എന്താണ്? സ്റ്റാർ. ഇത് നമ്മൾ എപ്പോഴാണ് തൂക്കുന്നത്? ക്രിസ്മസിന്. അപ്പൊ ഇന്ന് ക്രിസ്മസ്. മനസ്സിലായി? ക്രിസ്മസിന് മാത്രമേ ഞാൻ കഴിക്കൂ. സാർ എന്തായാലും ദീപാവലിക്ക് കഴിക്കാത്ത കാര്യമായി. എന്താ? എലിവാണം കത്തിച്ചു വെച്ച് കയ്യിൽ വെച്ചു കുടിച്ചാനേ. നിങ്ങൾക്കൊരു ശ്രദ്ധയില്ല. എന്താ? ക്രിസ്മസ് ആയി. ക്രിസ്മസ് ആയി. ഓക്കെ മിസ്റ്റർ റിമക്കല്ലിക്കൽ. ടോണി കുശിക്കൽ. ഞാന് സത്യം പറഞ്ഞ ഈ മദ്യം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതൊന്നുമല്ല, ഞാനിപ്പോ പുതിയൊരു ബ്രാൻഡ് പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ബ്രാൻഡിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിനിപ്പോ പേരിട്ടിട്ടില്ല. പുറത്തു നിന്ന് ഒരാൾക്ക് ഞാൻ ഇതിന് പേരിടാൻ ഒരു അവസരം കൊടുക്കുകയാണ്. ഒരു സാധാരണക്കാരൻ, മനസ്സിലായോ? അങ്ങനെ പേരിടുന്ന ആൾക്ക് ഞാൻ 2 ലക്ഷം രൂപയാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. സാറേ, ഞാൻ ഈ പേരിട്ട് കഴിഞ്ഞാൽ വല്ല അബദ്ധമാവും? ഒരു കുഴപ്പമില്ല സാർ, ഞാൻ പറയട്ടെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ. എനിക്ക് ഇതിന് കുറച്ച് ഒരു നിബന്ധനകളുണ്ട്. അതായത് കേൾക്കുന്നവർക്ക് ഒരു കുളിര് തോന്നണം, ഒരു കൊതി തോന്നണം. അങ്ങനെ ഒരു പേരായിരിക്കണം എന്റെ പതിക്കുപ്പി. ഇഷ്ടമുള്ള പേര് സാർ പറയും. ഇഷ്ടമുള്ള പേരെന്ന് പറഞ്ഞാൽ ഈ സംഭവം പറഞ്ഞാൽ ഈ സാധനം നമ്മൾ ഒരു പെഗ് അടിച്ചു കഴിഞ്ഞാൽ സാധാരണ സാധനങ്ങൾ എങ്ങനെയാണ്? നമ്മൾ ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തല കറങ്ങും. ഇത് അതുപോലെയല്ല. പിന്നെ അടിച്ചു കഴിയുന്നുണ്ടെങ്കിൽ തലകുത്തി നിൽക്കും. അപ്പൊ വവ്വാലിട്ടോ സാറേ? പിന്നെ നല്ല പേരല്ലേ തലകുത്തിക്കണത്? വവ്വാലയ്ക്ക് വവ്വാലി എന്തായാലും കുഴപ്പമില്ല. എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പേര് ടച്ച് കഴിഞ്ഞാൽ മതി. പിന്നെ ഇതെന്താ ഈ പച്ച ഷീറ്റ് വിരിച്ച സാധനം? പച്ച ഷീറ്റ് വിരിച്ച സാധനം? ഇത് പച്ച ഷീറ്റ് വിരിച്ച സാധനമല്ല. പിന്നെ ഇതറിയില്ല. വെള്ളിയാഴ്ച ഞാൻ ഇത് ഒരുപാട് ക്ലബ്ബുകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ ഇതുവരെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു. ഇത് സ്റ്റിക്ക് അല്ലേ? ഇതെടുത്തിട്ട് ഇങ്ങനെ പിടിക്കണല്ലേ? ലക്ഷ്യം വെക്കൂ സാർ. വെച്ചിട്ട് ചെയ്യണം അല്ലേ? ഓ, കറക്റ്റ് കുഴിയിലോട്ട് പോയതാട്ടോ ബോള്. കറക്റ്റ് കുഴിയിലോട്ടല്ലേ പോയത്? അതാണ് ഒരു സാധനം പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ടപ്പ ചെയ്തായിരിക്കും. ഈ താണ്ട അടുത്ത ബോളും കുഴിയിലോട്ടൊക്കെ പോയിരിക്കുകയാണ്. സൂപ്പർ, കൊള്ളാം. നല്ലൊരു കിടില കളിയാണ് കളിപ്പിച്ചത്. താങ്ക് യു. അപ്പൊ മിസ്റ്റർ ഇങ്ങോട്ട് വരൂ. ചോദിക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ. പറയൂ. എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ക്ലബിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ക്ലബിന്റെ കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നു സാർ. നന്നായിട്ട് പോകുന്നുണ്ട്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സത്യം പറഞ്ഞ ഈ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. മനസ്സിലായോ? എന്താണ് എന്റെ ഡ്യൂട്ടി കഴിയാറേ സാറേ? ടിപ്പ് എന്തെങ്കിലും? ടിപ്പൊക്കെ ചോദിച്ചാണോ വായിക്കേണ്ടത്? ചോദിച്ചാണോ ടിപ്പ് വായിക്കേണ്ടത്? പറഞ്ഞിട്ടുണ്ട് ജോണേ. ടിപ്പൊന്ന് ചോദിച്ചല്ല വായിക്കണം, അത് മനസ്സിലാക്കണം. ഇത് അറിഞ്ഞു തരേണ്ട സാധനമാണ് സാറേ. എനിക്കാണ് പെണ്ണും പെടക്കോഴി ഇല്ലാത്തതാണ് സാറേ. എനിക്ക് ജീവിക്കണം. ഇതൊക്കെ നേരത്തെ പറയണ്ടേ? ഇതെന്തോന്നാ നോട്ടീസ്? പഞ്ചായത്തിൽ നിന്ന് നാളെ കോഴി കൊടുക്കുന്നുണ്ട്. അതിനകത്ത് നിന്ന് ഏതാണോ പെടക്കോഴി നോക്കിട്ട് നേരെ വീട്ടിലോട്ട് കൊണ്ടുവരിക. ചെല്ലി സാറേ, അതല്ല സാറേ. കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരന്റെ വിഷമ സാധനം മനസ്സിലാക്കണം. എനിക്കറിയാം ഈ വിഷമം. ഈ വിഷമം നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. മനസ്സിലായോ? സത്യം പറഞ്ഞ എനിക്ക് ഇട്ട് മൂടാനുള്ള കോടിക്കണക്കിന് സ്വത്തുക്കളുണ്ട്. എന്നിട്ട് എനിക്കത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് പറഞ്ഞോളൂ സാറേ. എന്റെ പപ്പ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. ഇങ്ങേരെ പപ്പ കല്യാണം കഴിക്കാൻ പിന്നെ ഇങ്ങേര് ഇവിടെ വന്നിരിക്കണേ? പണക്കാര പ്രശ്നങ്ങളാണ്. നീ ഇതിന്റെ ഇടയിൽ ചിലപ്പോ എങ്ങനെയെങ്കിലും ഒക്കെ വരും. പണക്കാരന്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ അവിടെ
പല രീതിയിലാണ് പണക്കാർ വരുന്നത്, ശ്രദ്ധിച്ചിട്ടില്ലേ? സാധാരണക്കാരാണ് അങ്ങനെയൊക്കെ വരുന്നത്. ഒരു കാര്യം അറിഞ്ഞൂടാ, സംശയം കൊണ്ടുവയ്ക്കരുത്. എന്റെ പപ്പയുടെ കല്യാണം കഴിഞ്ഞിട്ട് കണ്ണടക്കണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇത് എന്തേരിത്? അതെങ്ങനെയാ സാറേ? അല്ല സാറേ, ക്രിസ്മസ് ആയി. ജോണിക്കൊരു സംശയമുണ്ടേ. ചോദിക്കും ജോണി. പപ്പയുടെ കല്യാണം കഴിഞ്ഞിട്ട് സാറിന് എങ്ങനെ കണ്ണടക്കണമെന്ന് വെച്ചാൽ പപ്പയെ വീണ്ടും കല്യാണം കഴിപ്പിക്കാൻ പോകണം സാർ. പപ്പ എന്ന് പറയുന്നത് എന്റെ മോളാണ്. എന്റെ മോളുടെ പേരാണ് പപ്പ. 26 വയസ്സുണ്ട് നമുക്ക്, മനസ്സിലായോ? ഡോക്ടർ ആൻഡ് ഡോക്ടർ. പിന്നെ ഡോക്ടർ എന്റെ ഡോക്ടർ പപ്പ ഒരു ഡോക്ടറാണെന്ന്. ദന്ത ഡോക്ടർ. സാറെന്തിനാ ചൂടാവുന്നത്? ദന്ത ഡോക്ടറെ പല്ലുമല്ലോ ഞാൻ കൊണ്ട് പോയോ? ഇല്ലല്ലോ, പിന്നെ എന്തിനാ ചൂടാവുന്നത്? അല്ല, മനസ്സിലായോ? അപ്പൊ അവരുടെ കല്യാണം കഴിയാത്തതിന്റെ ഒരു വിഷമത്തിലായിരുന്നു ഞാൻ. ആണോ? അവക്ക് പറ്റിയ ഇത് എന്ത് ചെയ്യണമെന്നാണ്. പപ്പയെ നോക്കാൻ ആളില്ല, അതാണ് പ്രശ്നം. പപ്പയെ നോക്കാൻ ഒരാള് വേണ്ടേ? ഇത്ര വയസ്സായില്ല, എന്തു ചെയ്യും? ഇപ്പൊ കല്യാണം ആയിട്ടില്ലല്ലേ? ആയിട്ടില്ല. സാർ എങ്ങനെയുള്ള ചെക്കനാണ് ഉദ്ദേശിക്കുന്നത്? ചെക്കൻ എന്ന് പറഞ്ഞാ ഇഷ്ടമൂടാനുള്ള സ്വത്ത് എനിക്കുണ്ടല്ലോ. അപ്പൊ എനിക്കുള്ളതെല്ലാം അവനുള്ളതാണ്. കിരീടം വെച്ച രാജാവ് ഉറപ്പാണ്. അങ്ങനെ ഒരു ചെറുക്കനെ എനിക്ക് കിട്ടിക്കഴിയണം, ഒരു കുഴപ്പമില്ലാത്ത കാര്യം. ജോണിയെ, സർക്കാരിന്റെ മ്യൂസിയത്തിലെ ആളില്ലെന്നും പറഞ്ഞ ആ തിണ്ണേ കയറി ഇരുന്നിട്ട് ആ മ്യൂസിയം എന്റേതാണെന്ന് പറയാൻ നിൽക്കണ്ട. തൊപ്പിയൂരി അവിടെ വൈ. സാറേ, നമുക്ക് അല്ല സ്വഭാവം കൊണ്ട് സാർ എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? സ്വഭാവം കൊണ്ട് അവന് ഒന്നുമില്ലാലും കുഴപ്പമില്ല, നല്ല പോലെ നോക്കിയാ മതി. ഒരു ചെക്കനുണ്ട്, ഒരു ചെക്കനുണ്ട്, നമുക്ക് ആലോചിച്ചാലോ? ആരെ? പപ്പയെ നോക്കാൻ? അതെ, ചെക്കൻ. അതെ, പപ്പക്ക് പറ്റിയ? അതെ. ഉണ്ടോ? മിസ്റ്റർ ജോണി. ഞാൻ നോക്കാം. പപ്പയെ ഞാൻ പൊന്നുപോലെ നോക്കൂ. ജോണി ഓക്കെയാണ്. ഞാൻ ഈ സന്തോഷത്തെ എങ്ങനെയാണ് എന്റെ സ്റ്റാർ അവിടെ ഒരെണ്ണ വഴി ക്രിസ്മസ്. അപ്പൊ ജോണി ഓക്കെയാണോ? ഇത് ഓക്കെ. ഓക്കെയാണോ? പിന്നെ എനിക്ക് ഓക്കെ. ഒരു സെക്കൻഡ്, ഞാനിത് മോളെ ഒന്ന് വിളിച്ചതറിയിക്കണം. ഇത് വിളിച്ചിട്ട് കുടിക്കാൻ ഞാനിപ്പോ. ഒരു സെക്കൻഡ്. മോളെ, പപ്പ. ഇതാണ് എന്റെ മോള്, നോക്കിയോളൂ. കണ്ടോ മോള്? അയ്യോ, അടിപൊളിയാ. മോളെ, പപ്പ തീരുമാനിച്ചു, ഈ വരുന്ന 16-ാം തീയതി തന്നെ മോളുടെ കല്യാണം. പപ്പ ഉറപ്പിച്ചു. കല്യാണം കഴിഞ്ഞ ഉടനെ അമേരിക്കയിലേക്ക് പറക്കുകയാണ് നിങ്ങൾ. അമേരിക്ക പറക്കും. ഓക്കെ മോളെ, അപ്പൊ നമുക്ക് കാര്യങ്ങളെല്ലാം പപ്പ വീട്ടിൽ വന്നിട്ട് പറയാം. 16-ാം തീയതി തന്നെ നമ്മൾ ഉറപ്പിച്ചു, ഫിക്സ്. ഓക്കെ അല്ലേ സാറേ? ഓക്കെ താങ്ക് യു സാറേ. ഈ നന്ദി ഞാൻ എവിടെ കൊണ്ട് തീർക്കും സാറേ? എന്താ ഈ നന്ദി കടപ്പാട് ഞാൻ എവിടെ കൊണ്ട് തീർക്കും സാറേ? എന്ത് പറ്റി? സാറല്ലേ എനിക്ക് ഈ അവസരം പോണ? കുഴപ്പമില്ല, എല്ലാ സംഭവം ഓക്കെ. അപ്പോ നന്നായിട്ട് നിന്റെ പേരിലൊരു കുരിശുണ്ടായിരുന്നല്ലോ, എന്തുവായിരുന്നു? ടോണി കുരിശ് ലിങ്ക് വരും. അപ്പൊ 16-ാം തീയതി കല്യാണം, 12-ാം തീയതി തന്നെ നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് വരണം. അതെങ്ങനെ സാറേ 16-ാം തീയതി നടക്കുമ്പോ? അത് നാട്ടു നടപ്പല്ല. ചെറുക്കെ കല്യാണത്തിന് മുമ്പ് പെണ്ണിന്റെ വീട്ടിൽ വരുന്ന നാട്ടു നടപ്പല്ല. അല്ല, അത് അങ്ങനെയല്ല. അല്ല, സംഭവം പറഞ്ഞ വീട്ടിലെല്ലാവരും പരിചയപ്പെടണ്ടേ? അത് കല്യാണം കഴിഞ്ഞിട്ട് പരിചയപ്പെടാമല്ലോ. കല്യാണം പെണ്ണുമായിട്ട് പരിചയപ്പെട്ടാ പോലെ വീടും പരിസരമൊക്കെ ഒന്ന് പരിചയപ്പെടണം. അതൊക്കെ പിന്നെ സമയമുണ്ടല്ലോ. പ്രത്യേകിച്ച് എന്റെ അപ്പൂപ്പനോട്ട് പ്രത്യേകിച്ച് ഒന്ന് പരിചയപ്പെടണം. അപ്പൊ മനസ്സിലായി? അവിടെ പരിചയപ്പെട്ടിട്ട് നിങ്ങൾ അവിടെ നിൽക്കുക, ഇവൻ അവിടെ നിന്നോട്ടെ. 16-ാം തീയതി കല്യാണം കഴിയുന്നു, അവർ അമേരിക്കയിലേക്ക് പോകുന്നു. അമേരിക്കയിൽ എന്റെ മോളും എന്റെ മനുമോനും. അപ്പൊ ഇയാളല്ലേ കല്യാണം? അപ്പ എന്റെ അപ്പൂപ്പനെ നോക്കാനായിട്ട്. അപ്പൂപ്പനെ നോക്കാൻ ആളുണ്ടെന്നല്ലേ പറഞ്ഞത്? ഇല്ലല്ല, അപ്പൂപ്പനെ നോക്കാൻ ആളുണ്ടെന്നല്ലേ പറഞ്ഞത്? അതെന്തായാലും പപ്പ കാണിച്ചത്. അപ്പേ അതല്ല, നിങ്ങൾ മോളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നല്ലേ ഈ പറഞ്ഞത്? മോളെ കല്യാണം കഴിപ്പിക്കാൻ ഇവനെ എന്റെ പപ്പയുടെ അപ്പന്റെ പ്രായമുണ്ട്. ഇവൻ അവനെ കൊണ്ട് എന്റെ മോളെ കല്യാണം കഴിപ്പിക്കും. എനിക്ക് കല്യാണം കഴിയാൻ പറ്റത്. അല്ലെങ്കിൽ ഇവനെ കൊണ്ട് എന്റെ മോളെ കല്യാണം കഴിപ്പിക്കാൻ ഇവന് എന്ത് യോഗ്യതയാ ഉള്ളത്? 3 മാസം കഴിഞ്ഞാൽ എനിക്ക് പെൻഷൻ കിട്ടും. പെൻഷന് എറണ കിട്ടവനെ സ്റ്റാർ ഇല്ലാതെ അടിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടാ. വൃത്തികെട്ടവനെ 3 മാസം കഴിച്ച് പെൻഷൻ മേടിക്കാൻ എന്റെ അമ്മൂമ്മയെ കെട്ടിച്ചേരാണ് നിനക്ക്. പറ്റിച്ചിട്ട് പറഞ്ഞിട്ട് പോയണ്ട. എനിക്ക് പപ്പയെ കിട്ടൂല. നീ ഇത് പിടി. അതുകൊണ്ട് അവിടെ പോയി ഒരു പപ്പായ കുത്തിയിട്ട് തോരൻ വെച്ച് കഴിയണം.